ഈ റൂമായിരുന്നു ഞങ്ങൾ ആഗ്രയിൽ ചെന്നിട്ട് ഫ്രഷപ്പ് ആവാൻ വേണ്ടി എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു. 500 രൂപയാണ് ഇതിന് ചാർജ് വന്നത് ഞങ്ങൾക്ക്. ഇത് ഏകദേശം ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ പുറത്തായിരുന്നു. ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ആ ഭാഗത്ത് നമുക്ക് റൂമൊന്നും അവൈലബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പ് ആയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് ആഗ്ര ഫോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഫ്രഷപ്പ് ആവാൻ എടുത്ത റൂമിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു ആഗ്ര ഫോർട്ടിലേക്ക്. ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന 2 ബാഗ് ഉണ്ടായിരുന്നു, ഒരു വലിയ ബാഗും ചെറിയ ബാഗും. അത് ഫ്രഷായ അവിടുത്തെ റിസപ്ഷനിൽ ഞങ്ങൾ വെച്ചിട്ടാണ് പോയത്. കാരണം ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് അവിടെ അവരുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ റിസപ്ഷനിൽ വെച്ചിട്ടാണ് പോകുന്നത്. ആഗ്ര ഫോർട്ടിൻ്റെ മുൻപിൽ ഓട്ടോ ഇറങ്ങി ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് ആഗ്ര ഫോർട്ടിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇത് ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രീൻ്റെ വലതുഭാഗത്താണ് ഉള്ളത്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ലൈറ്റ് ലഗേജോ അങ്ങനെ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കോ ട്രൈപോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള സൗകര്യവും ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അതിനകത്ത് വെക്കാവുന്നതാണ്. ആഗ്ര ഫോർട്ടിലെത്തി. ആഗ്ര ഫോർട്ടിൽ ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. പിന്നെ ഒരു ചെറിയ ടിക്കറ്റ് തന്നിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. 10 രൂപേൻ്റെ 2 ടിക്കറ്റും തന്നിട്ടുണ്ട്. ടോൾ ടാക്സ് ടിക്കറ്റിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 50 രൂപ ടിക്കറ്റാണ് എടുക്കേണ്ടത്. അതിന് താഴെയുള്ളവർക്ക് എൻട്രി ഫ്രീ ആണ്. ഈ കാണുന്നതാണ് ആഗ്ര ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. ഞങ്ങൾ അവിടെ മുന്നിൽ വന്നിട്ട് അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു. 1565 മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ചക്രവർത്തിയാണ് ഈ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഗേറ്റാണ് അമർ സിംഗ് ഗേറ്റ്. കോട്ടയ്ക്കുള്ളിലേക്കുള്ള ഒരു പ്രധാന കവാടമാണ് ഇത്. സെക്യൂരിറ്റി ചെക്കിങ്ങിനായിട്ട് ഞങ്ങളിതാ ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ചക്രവർത്തി ആഗ്ര ഫോർട്ട് നിർമ്മിക്കുന്നതിന് മുൻപ് ഇവിടെ രജപുത്ര രാജാക്കന്മാരുടെ കൊട്ടാരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാനുള്ള ഈ നടപ്പാത കണ്ടോ? ഇത് ആനകൾക്കും കുതിരകൾക്കും എളുപ്പത്തിൽ നടന്നു നീങ്ങാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് അതിനു ഭയങ്കര ആവേശത്തിലാണ്. ഞങ്ങളുടെ മുന്നിൽ തന്നെ അവൾ നടക്കുന്നുണ്ട്. ഈ നടപ്പാത കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് വലിയൊരു പുൽമേടുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലേക്കാണ്. ജഹാംഗീർ മഹൽ എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര്. അക്ബർ ചക്രവർത്തി ഈ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രജപുത്ര ഭാര്യമാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ജഹാംഗീർ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഇതൊരു അന്തപുരമായിട്ട് ഉപയോഗിച്ചു. ഈ തോട്ടം കണ്ടോ? ഇത് ജഹാംഗീറിൻ്റെ കാലത്ത് മുന്തിരിത്തോപ്പായിരുന്നു. അദ്ദേഹത്തിന് മുന്തിരി വൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള മുന്തിരി ചെടികൾ നട്ടു വളർത്തിയത് ഇവിടെയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നടന്നെത്തിയത് ഒരു വെള്ള മാർബിളുകൾ പതിപ്പിച്ച ഒരു കൊട്ടാരത്തിലേക്കാണ്. ഇതാണ് ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസിൻ്റെയും കിടപ്പറ. ചുമരുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തുപണികൾ കാണാമായിരുന്നു. ഈ ചുമരുകളിലൊക്കെ വിലപിടിപ്പുള്ള ധാരാളം സ്വർണങ്ങളും രത്നങ്ങളും പതിപ്പിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കില്ല. അതെല്ലാം ബ്രിട്ടീഷുകാർ കവർന്നു കൊണ്ടുപോയി. ആഗ്ര ഫോർട്ടിൻ്റെ ചരിത്രവും കാഴ്ചകളും തൊട്ടറിഞ്ഞപ്പോൾ ഞങ്ങളും ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചുപോയി. ആഗ്ര ഫോർട്ടിൻ്റെ ചരിത്രം മനസ്സിലാക്കി കാഴ്ചകൾ കണ്ടാസ്വദിച്ച് തിരിച്ചിറങ്ങാൻ ഏകദേശം 2 മണിക്കൂർ സമയം വേണ്ടി വരും. കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. വിദേശികളായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാണ് കാഴ്ചകൾ കാണുന്നത്. എന്നാൽ സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ചരിത്രം മനസ്സിലാക്കാതെ വെറുതെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ഇവിടുത്തെ മാത്രം അനുഭവമല്ല, ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും യാത്ര ചെയ്യുന്നത് ചരിത്രം മനസ്സിലാക്കാതെയാണ്. ഷാജഹാൻ അവസാന കാലത്ത് തടങ്കലിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടം. അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസേബാണ് അദ്ദേഹത്തെ ഇവിടെ തടങ്കലിലാക്കിയത്. നീണ്ട 8 വർഷം അദ്ദേഹത്തിന് ഇവിടെ വീട്ടുതടങ്കലിൽ കിടക്കേണ്ടി വന്നു. 1666 ജനുവരി 22 ഈ തടവറയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു.
ഇപ്പോഴും ഈ ചുമരുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് വിലപിടിപ്പുള്ള രത്നങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ ഒരാളെയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. ഈ കാണുന്ന കെട്ടിടങ്ങളിലാണ് രാജ്ഞിമാരുടെ തോഴിമാർ താമസിച്ചിരുന്നത്. ഏകദേശം 12 മണി സമയത്തായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ ആ സമയത്തെ വെയിലോ ചൂടോ ഒന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ മാർബിള് നിർമ്മിതി ആയതുകൊണ്ട് നല്ല അടച്ചിട്ട സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പുമായിരുന്നു. ഞങ്ങളുടെ പിറകിൽ കാണുന്ന ഈ മാർബിളിൻ്റെ കല്ല് കണ്ടോ? ഇതാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ സിംഹാസനം എന്ന് പറയപ്പെടുന്ന ഇരിപ്പിടം. ഇവിടുന്ന് നോക്കിയാൽ താജ്മഹൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. മുൻപ് 2 തവണ ഇവിടെ വന്നതാണെങ്കിലും കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ യാത്രയിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ആഗ്ര ഫോർട്ടിൻ്റെ ചുറ്റുമതിൽ കാണാം. ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നടന്നു നീങ്ങാൻ പറ്റാവുന്ന രീതിയിലാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കാണുന്ന നടുമുറ്റം മിനാ ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടക്കകത്തെ ഒരു ചന്ത തന്നെയായിരുന്നു ഇത്. അടുത്തതായി ഞങ്ങൾ ചെന്നെത്തിയത് നാഗിന മസ്ജിദിലേക്കാണ്. 1635 ഷാജഹാൻ പണിയിച്ചതാണ് ഈ മസ്ജിദ്. അന്തപുരത്തിൽ താമസിച്ചിരുന്ന സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത്. അവിടെ എല്ലാം ചുറ്റിക്കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി എത്തിയത് വലിയൊരു മൈതാനത്തിലേക്കാണ്. മുഗൾ കോട്ടയിലെ സാധാരണക്കാർക്കുള്ള സഭയായിരുന്നു ദിവാൻ ഇ ആം. 1631 ഷാജഹാനാണ് ഇത് പണിതത്. ഈ മൈതാനത്തിൻ്റെ നടുക്ക് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു പീരങ്കി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആഗ്ര കോട്ടയിൽ പൊതുജനങ്ങളുടെ ഗ്യാലറിക്ക് എതിർവശത്തായി ഇന്ത്യൻ പൈതൃകത്തോടുകൂടി ബ്രിട്ടീഷുകാർ കാണിച്ച അവഗണനയുടെ ഒരു തെളിവായി ഒരു രസകരമായ കാഴ്ച കാണാം. അതൊരു ക്രിസ്ത്യാനിയുടെ ശവകുടീരമാണ്. ജോൺ റസൽ കോൾവിൻ്റെ ശവകുടീരം. ഈ ശവകുടീരം മുഗളന്മാരുടെ സംഭാവനയല്ല, മറിച്ച് മുഗളന്മാർക്കും മറാത്തകൾക്കും ജാട്ടുകൾക്കും ശേഷം കോട്ട കൈവശപ്പെടുത്തിയ ഈ ഒരു കാഴ്ച കണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് വലിയൊരു കിണറിനടുത്തേക്കാണ്. സ്റ്റെപ്പ് വെൽ ദിവാൻ ഐ ആം എന്നാണ് ആ കിണറിൻ്റെ പേര്. ഞങ്ങൾ അതിനകത്തേക്കൊക്കെ ക്യാമറയൊക്കെ ഒന്ന് വെച്ച് നോക്കി. എന്തായാലും ആളുകൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാവുന്ന രീതിയിൽ അതിനകത്തേക്ക് സ്റ്റെപ്പ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തോന്നി. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മൈതാനം പോലുള്ള ഒരു സ്ഥലത്താണ്. പൊതുജനങ്ങളുടെ ഗ്യാലറിയാണ് അവിടം. ആഗ്ര ഫോർട്ടിൻ്റെ മുഴുവൻ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആഗ്ര ഫോർട്ട് ഇപ്പോൾ ഉള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നിർമ്മിതിയാണ് ആഗ്ര ഫോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ലോകത്ത് ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ചെങ്കോട്ട ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മിതികൾ മുഗളന്മാരുടെ സംഭാവനയാണ്. ആഗ്ര ഫോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. രാവിലെ 10 മണിക്കായിരുന്നു ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളൊരു ഫ്രഷപ്പ് ആവാൻ ഒരു റൂം എടുത്തു. അവിടെ നിന്ന് ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ ആഗ്ര ഫോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് എത്തിയത് ഞങ്ങൾ ഏകദേശം 1 മണിക്കാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. ഭക്ഷണം ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്ത് എവിടെന്നെങ്കിലും കഴിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ താജ്മഹലിലേക്ക് പുറപ്പെട്ടു. ആഗ്ര ഫോർട്ട് നല്ല രീതിയിൽ കണ്ട് ചരിത്രം മനസ്സിലാക്കി തിരിച്ചിറങ്ങാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. താജ്മഹലിലെ കാഴ്ചകളും അനുഭവങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.